സാറ് നാളെയല്ലേ പോകുന്നത്? അതെല്ലോ. അപ്പൊ നമ്മളിനി എപ്പോഴാണ് കാണുക? എപ്പോ വേണേലും കാണാലോ, മൊബൈൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വീഡിയോ കോളൊക്കെ വിളിക്കാലോ. സാറിന്റെ ഒരു ഭാഗ്യം. ഇനി കുറെ മാസങ്ങൾ വീട്ടിലിരുന്നാ മതിയല്ലോ. അല്ല, സാറ് നിർത്തിയിട്ട് പോകാൻ തന്നെയാണോ? ഏയ് അങ്ങനെയൊന്നും ഇല്ലടാ. എടാ, അവളുടെ റൂട്ട് ഓർത്ത് പേടിയാവുന്നു. കാറിന് ഓർഡർ കൊടുത്തിരിക്കുന്നു, സ്കൂട്ടി ബുക്ക് ചെയ്തിരിക്കുന്നു, ഏതാണ്ട് ഗോൾഡ് വാങ്ങാനെന്ന് പറയുന്നു. എനിക്കറിയത്തില്ല ഒന്നും. അല്ല സാറേ, എന്റെ അവസ്ഥ വരാതിരുന്ന ഭാഗ്യം. അങ്ങനെ വരാൻ സാധ്യതയില്ല. ഏയ് ഒന്നും പറയാൻ പറ്റത്തില്ല. പണം ഉള്ളതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നു. ഇപ്പോ നിർത്തിപ്പോന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം കട്ടപ്പോക. എന്നാ സാർ എങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്ക്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ തന്നെയല്ലേ നേരത്തെ വിളിച്ചത്? അതെ സർ. ഇരുന്നോളൂ. നിങ്ങൾ അന്ന് പറഞ്ഞ കാറിന്റെ വില ഇപ്പൊ കുറച്ചുകൂടി വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ സർ, അതൊന്നും എനിക്ക് പ്രോബ്ലം അല്ല. അങ്ങനെയാണെങ്കിൽ ബാക്കി പ്രൊസീജിയർ ഒക്കെ ഞാൻ ചെയ്തിട്ട് പിന്നീട് അറിയിക്കാം. ഓക്കെ, താങ്ക് യു സർ. ഇതെങ്ങനെയുണ്ട്? നല്ല വിലയുള്ള സാരിയാ. കൊള്ളാം. ബുക്ക് ചെയ്യല്ലേ? ചേച്ചി, ചേട്ടനോട് കുറച്ച് പണം അയക്കാൻ പറയോ? ആ, പറയാം. എന്നാ രണ്ടാളും കൂടെ പിറുപിറുക്കുന്നു? ഒന്നുമില്ല. തളിപ്പറമ്പില് ഒരു പ്ലോട്ട് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ പൈസക്ക് കിട്ടും. ഇപ്പൊ എന്റെ എടുക്കാനില്ല പൈസ. അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അവളോട്. മോളെ, നീ രവിനെ വിളിച്ചിരുന്നോ? ആ, വിളിച്ചിരുന്നു. നാളെ രാവിലെ കണ്ണൂർ എയർപോർട്ടിൽ 5 മണിക്ക് എത്തുന്നാ പറഞ്ഞെ. ഇതൊക്കെ എപ്പോ? നമ്മളോട് പറഞ്ഞില്ലല്ലോ. എന്നോട് തന്നെ ഇന്നാ പറഞ്ഞെ. മോളെ, വല്ല കാറ് വെക്കാൻ വേണ്ടി രവി പറഞ്ഞിരുന്നോ? അതൊന്നും വേണ്ടച്ചാ, രവിയേട്ടൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരുന്നാ പറഞ്ഞെ. ചേട്ടാ, എത്രയായി കണ്ടിട്ട്? ഇതേ എന്തായി നമ്മുടെ കാർ ബുക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ? ആ, അത് ഏകദേശം ശരിയായിട്ടുണ്ട്. സാറ് പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏട്ടന് ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരി ഉണ്ട്. ആ, എനിക്ക് വിശന്നിട്ട് വയ്യ, വേഗം എടുത്തു വെക്ക്. നിങ്ങളെന്താ മിണ്ടാണ്ടിരിക്കുന്നേ? ഇവിടെ എന്തോ സംഭവം നടന്ന പോലെ ഉണ്ടല്ലോ കാണുമ്പോ. അന്ന് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞ പ്ലോട്ടിന്റെ കാര്യം 20 ലക്ഷം രൂപ എന്നാ പറഞ്ഞെ. 20 ലക്ഷം രൂപയോ? നീ എന്തായി പറയുന്നേ? വന്ന് കയറിയ പാടന്നെ പൈസയുടെ കണക്ക് പറയാണ്ട്. മോനൊന്ന് വന്നിട്ട് അല്പം വിശ്രമിച്ചിട്ടല്ലേ? ഏട്ടാ, ഞാൻ തളിപ്പറമ്പിൽ ഒരു പ്ലോട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചെറിയ പൈസക്ക് കിട്ടുന്നാ പറഞ്ഞേക്കുന്നത്. ഏകദേശം 20 ലക്ഷത്തോളം വരും അത്. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. നിന്റെ മനസ്സെവിടെയായിരുന്നു? ഇവൾക്ക് ഞാൻ ഇപ്പൊ കൊടുത്തതല്ലേ ഉള്ളൂ. ഏട്ടാ, ഞാൻ പറഞ്ഞ ആ ഡയമണ്ട് നെക്ലേസ് കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ല, ഞാനിപ്പോ വന്ന് കയറിയതേ ഉള്ളൂ. എന്തെല്ലാന്ന് 20 ലക്ഷം ഡയമണ്ട് നെക്ലേസ്? എന്തെല്ലാം പരിപാടിയാന്ന്? വല്ല കുബൂസും കഴിച്ച് അവിടെ തന്നെ അങ്ങ് കഴിഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ ഏട്ടൻ പണിയെടുത്ത പൈസ എല്ലാം എന്താക്കി? പിന്നെ മാസം മാസം അയച്ചു തരുന്നത് ചക്കക്കുരു ആണോ? ഓ,
ഒരു 20,000 30,000. ഏട്ടൻ ഗൾഫിൽ നിന്നിട്ട് പെട്ടിയൊന്നും കാണുന്നില്ലല്ലോ. മോനെ നിനക്ക് എത്ര മാസം ലീവുണ്ട്? അതച്ഛാ, അത് ഞാനിനി തിരിച്ചു പോകുന്നില്ല. എൻ്റെ കമ്പനി അടിച്ചുകൂടി, എൻ്റെ ജോലിയിൽ നിന്ന് പുറത്താക്കി. നിങ്ങളെന്നാ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞത് സത്യമാണ്. എൻ്റെ പൈസ വരെ പോയി. ഇത് എന്ത് കാണാനായിരിക്കുന്നത്? അവന്റെ കയ്യിൽ ഒരു പുസ്തകമില്ല. അപ്പൊ ഗൾഫിൽ നിന്ന് കൂട്ടുകാരൻ പറഞ്ഞത് ശരിയാ, പണം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. എടി ഗീതേ, ഒന്നിങ്ങി വന്നേ. ഓ, പണ്ടാരം വിളിക്കുന്നുണ്ട്. ഇനി അടുത്തത് എന്താണാവോ? എന്തിനാ വിളിച്ചേ? ഒരു ഗ്ലാസ് വെള്ളം വേണമായിരുന്നു. കയ്യും കാലും ഇല്ലേ? വേണമെങ്കിൽ പോയി എടുത്തു കുടിക്കും, പണിയുണ്ട്. കൊറേ നേരമായല്ല ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു. എന്തിനാ വിളിച്ചേ? അത് പറയാം, എല്ലാരെയും വിളിക്ക്. അച്ഛാ, ഏട്ടാ, ഇനിയെങ്കിലും ഒന്ന് പറ. എല്ലാരും ഇവിടെ വന്നില്ലേ? അപ്പോ നിങ്ങളെന്നാ വിചാരിച്ചത് ഞാൻ ഗൾഫിൽ പോകുന്നില്ലെന്നോ? ഞാൻ അടുത്ത ആഴ്ച പോവുകയാണ്. അപ്പൊ ഇത്രയും നാളും പറഞ്ഞത്? അപ്പൊ നീ എന്താ നമ്മളെ പറ്റിക്കുക? എൻ്റെ ഗൾഫിലുള്ള സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് നിങ്ങൾ എത്ര ഭാഗ്യവാനാണെന്ന്, നിങ്ങളൊക്കെ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നു എന്നാണ്. പക്ഷേ ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത്, നിങ്ങൾ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. എൻ്റെ കൂട്ടുകാർ പറഞ്ഞപ്പോൾ ഈ നാടകം കളിച്ചാൽ ഇങ്ങനെ ഒരു ഗതി വരുന്നത് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾക്ക് എന്നെയല്ല വേണ്ടത്, എൻ്റെ പണവും സമ്പത്തുമാണ്. അതിന്ന് എനിക്ക് മനസ്സിലായി. ഏട്ടാ, അത് പണത്തിനും സമ്പത്തിനും മാത്രം പ്രവാസികളെ സന്തോഷിപ്പിക്കുന്ന, എന്നാൽ അവർ തിരിച്ചു പോകുന്നില്ല എന്ന ഒറ്റ വാക്ക് കേൾക്കുമ്പോൾ അവഗണിക്കുന്ന ഈ സമൂഹത്തോട് അവരും നമ്മളെപ്പോലെ ഒരു മനുഷ്യരാണ്. അത് ചിന്തിക്കുക.